അങ്ങനെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ഇന്നാണ് ഞാൻ ട്രെയിലർ വരുന്നത് വിചാരിച്ചു, ബട്ട് ഇന്നലെ റയൻ റൈനോൾഡ്സ് ഓൾസോ ഒഫീഷ്യൽ അത് പുറത്തോട്ടിട്ടുണ്ടായിരുന്നു. സോ ട്രെയിലർ നോക്കുവാണെങ്കിൽ കിഡിലൻ ട്രെയിലറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ടീസറിനെക്കാട്ടും ഇഷ്ടമായി വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഈ ടീസറിൽ കാണിച്ചതിൻ്റെ അത്ര വരെ ഇതിനകത്ത് കാണിച്ചില്ല. നിങ്ങൾക്കറിയാം കുറേയധികം സർപ്രൈസ് എലമെൻസും കാര്യങ്ങളിലും ഉണ്ടാവുന്നു, ബട്ട് അതിനൊന്നും ഇവർ അധികം ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഈ ട്രെയിലറിൽ. ബട്ട് ഈ ട്രെയിലറിൽ ഇവർ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡെഡ്പൂളും വോൾവറിനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് മാത്രമാണ്. നേരത്തെ ഇറങ്ങിയ ടീസറിലേക്ക് നോക്കിയാൽ അവർ ആ ഒരു മൾട്ടിവേഴ്സൽ കോൺസെപ്റ്റ് മൊത്തമായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ട്രെയിലറിൽ ഇവർ ഫുള്ളി ആ ഒരു ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനം ട്രെയിലറിൽ അവർ റിവീൽ ചെയ്ത് ആ ഒരു വോൾവറിന്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ്. ഹ്യൂഗ് ജാക്ക്മാനെ ബാക്കായിട്ട് ആ വോൾവറിൻ്റെ സൂട്ടിൽ, ഒഫീഷ്യൽ സൂട്ടിൽ കിടിലൻ തന്നെ ഒരു ട്രെയിലർ കാണാൻ നല്ല രസമുണ്ട്. സിനിമാറ്റിക് മൂവി തിയേറ്ററിൽ ഭയങ്കര ഒരു ആവേശമായിരിക്കും. പിന്നെ ഡെഡ്പൂളിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടാളും പവർ അപ്സ് എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. അതായത് ഹീലിംഗ് ക്യാപ്പബിലിറ്റി ഇവർ രണ്ടാളെയും അധികം ഭയങ്കരം തന്നെയാണ്. സോ രണ്ടാളും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ആ കിഡിലും ഫൈറ്റ് സീക്വൻസ് അതിൻ്റെ തന്നെ കുറച്ച് ടീസൈറ്റ് ഉണ്ടായിരുന്നു. അല്ല കണ്ടപ്പം തന്നെ ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ്. എന്തായാലും R-rated സാധനം തന്നെയാണ്. കുറേയധികം തെറിവിളിയും കുറേയധികം വയലൻസും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ട്രെയിലർ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ടീസറിലേക്ക് വരുവാണെങ്കിൽ ലിമിറ്റ്സ് നോട്ട് യെറ്റ് റേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ പേടി ഉണ്ടായിരുന്നു ആ കാര്യം കേട്ടപ്പോൾ. ബട്ട് ട്രെയിലറിലേക്ക് വരുമ്പോൾ എല്ലാം ഉറപ്പായി R-rated സാധനം തന്നെയാണ്, മുമ്പത്തെ ഡെഡ്പൂൾ സിനിമകൾ പോലെ തന്നെ. സോ ഇതിനകത്ത് കുറേ സർപ്രൈസ് എലമെൻറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഇപ്പോൾ മാർവൽ സ്റ്റുഡിയോസിൽ റീസെൻ്റ് ഇറങ്ങിയ സിനിമ ഏതായാലും ക്യാപ്റ്റൻ മാർവൽ, അതന്നെ നല്ല A-ക്ലാസ് മുമ്പേ പടയായിരുന്നു, പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊന്ന് ഇത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് ശേഷം ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. സോ കുറേ സീരീസ് ഇറക്കി ഇവർ, അതിനുശേഷം അടിപൊളി സിനിമ തന്നെ ആട്ടെ, അല്ലെങ്കിൽ ഇതിന് പ്രതീക്ഷയുണ്ട്. സോ ഇതിൻ്റെ ട്രെയിലർ തന്നെ കുറേയധികം ഇവർ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ റെഫറൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയുന്നതല്ല, അതിനകത്തുള്ള ഒരു സംഭവം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സ്ഥിരം സാധനം ആ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ് തന്നെയായിരുന്നു. സോ അതെല്ലാം എന്തായിരിക്കും, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ എല്ലാം മൾട്ടിവേഴ്സ് സാധനം എല്ലാം ഭയങ്കര തന്നെ ആയിരിക്കും. പിന്നെ ആൻഡ്മാൻ്റെ റെഫറൻസ് ഉണ്ട്, അത് ആൻഡ്മാൻ ആണെന്ന് തന്നെ ആദ്യം ഞെട്ടിപ്പോയി. ഒരു സ്കളെല്ലാം ഉള്ള അതെല്ലാം എന്തായിരിക്കും, അതെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ ഒരു വയലറ്റ് സ്മോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം വന്നിട്ട് അകത്താതെ ഹാർക്ക്നെസ് ആയിരുന്നു, ബട്ട് അതൊന്നല്ല വേറെന്തോ ആണെന്ന് തോന്നുന്നു. സോ കുറേ സർപ്രൈസിങ് എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു പുതിയൊരു ക്യാരക്ടറിനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ട്രെയിലറിൽ തന്നെ. സോ ഒരു എക്സ്മെനിലെ ഒരു ക്യാരക്ടറിനെയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞത്. സോ അതിൻ്റെ ഒരു വാരിയൻ്റ് ആണെന്ന് തോന്നുന്നു. സോ കുറേയധികം വാരിയൻസിനെ കാണാൻ കഴിയും അതിനകത്ത് നിന്ന് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. ഡെഡ്പൂളിൻ്റെ വാരിയൻസും ഉണ്ട്, പിന്നെ വോൾവറിൻ്റെ വാരിയൻസ് എല്ലാം കാണാൻ കഴിയുന്നതാണ് ഇതിൻ്റെ അകത്ത് റൂമേഴ്സും കുറേ കാര്യങ്ങളും കേട്ടത്. സോ കിട്ടിലും ഫൈറ്റ് സീക്വൻസ്, കിട്ടിലും പടം തന്നെ ആട്ടെ. പിന്നെ TV ഇൻവോൾവ് ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി തന്നെ ആട്ടെ. നല്ല പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ജൂലൈ 26 റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ലാസ്റ്റ് ലെറ്റ്സ് ഗോ എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രതീക്ഷയാണ്. അടിപൊളി പടം തന്നെ ആട്ടെ, അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.